ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട റെയ്ഡിന് പോലീസ് എത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് അടുപ്പിലിട്ടു. കൊടുങ്ങല്ലൂർ സ്വദേശി അഫ്സലാണ് പോലീസ് പിടിയിലായത്. കഞ്ചാവിന്റെ മണം ലഭിച്ച പോലീസിന് കാര്യം പിടികിട്ടുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഫ്സൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഞ്ചാവ് നൽകുന്നയാളാണ്. തൃശൂർ കൊടുങ്ങല്ലൂരാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് സ്കൂൾ കുട്ടികൾക്കൊക്കെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നു എന്ന ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ അഫ്സലിന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി കൊടുങ്ങല്ലൂർ പോലീസ് എത്തുന്നത്. ഈ പോലീസ് എത്തുന്നത് എറിയാടുള്ള ഒരു വാടക വീട്ടിലേക്കാണ്. അഫ്സൽ അപ്രതീക്ഷിതമായാണ് അഫ്സൽ കണ്ടത്. ആ പോലീസിനെ കണ്ട പരിഭ്രാന്തിയിൽ അഫ്സലിന്റെ പക്കലുണ്ടായിരുന്ന എല്ലാ പാക്കറ്റ് കഞ്ചാവ് പൊതികളും, അതായത് കഞ്ചാവ് പൊതികളെല്ലാം തന്നെ അഫ്സൽ നേരെ വീട്ടിലുള്ള അടുപ്പിലേക്ക് ഇട്ടു. അങ്ങനെ അടുപ്പിലേക്ക് ഇട്ട സമയത്ത് അടുപ്പിൽ ചെറിയ തോതിൽ കനലുണ്ടായിരുന്നു. അങ്ങനെ ആ അടുപ്പിൽ ഇട്ടതിന് ശേഷം പോലീസ് എത്തിയ സമയത്ത് പോലീസ് വീടൊക്കെ തന്നെ പരിശോധിച്ചു. അപ്പോൾ ഒന്നും തന്നെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. പക്ഷേ ആ ഒരു സമയത്താണ് പോലീസിനൊരു മണം, അത് പെട്ടെന്ന് പോലീസിനൊരു മണം ലഭിക്കുന്നത്. അത് കഞ്ചാവ് കത്തുന്ന രീതിക്കുള്ള ഒരു മണമാണ് പോലീസിന് ലഭിച്ചത്. അപ്പോൾ തന്നെ പോലീസിന് സംശയം തോന്നി, ഈ വീട്ടിൽ അടുപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിസരത്തോ ഒക്കെ തന്നെ കഞ്ചാവ് കത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. പോലീസിനെ കണ്ട ഉടനെ തന്നെ ഈ പൊതികൾ ഇട്ടതിനാൽ തന്നെ ആ ഒരു സമയത്താണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും കത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ അടുപ്പിനകത്ത് തീ ഉണ്ടായിരുന്നില്ല, കനൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കയ്യോടെ പോലീസ് കഞ്ചാവിന്റെ പുക ശ്വസിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പിടികൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ അഫ്സലിനെ അവിടെ നിന്ന് പിടികൂടുകയും പിന്നീട് അഫ്സൽ ഈ അടുപ്പിലിട്ട കഞ്ചാവ് പൊതികൾ കത്താതെ കിടന്നിരുന്നവയെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾക്കുൾപ്പെടെ ഇത്തരത്തിൽ രാസവസ്തുക്കൾ, അതായത് ലഹരി വസ്തുക്കൾ കുട്ടികൾക്കുൾപ്പെടെ വിപണനം ചെയ്യുന്നതിനാൽ തന്നെ സ്കൂൾ പരിസരത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ വിപണനം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്, ഇയാളെ പരിശോധനയ്ക്കായി എത്തിയത്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അഫ്സലിനെ അറസ്റ്റ് ചെയ്യുകയും ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 77 പ്രകാരം ഈ അഫ്സലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്സലിനെതിരെ നേരത്തെയും സമാനമായ രീതിക്ക് പാലാരിവട്ടം പോലീസിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ പോലീസിലും ഒക്കെ തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ രീതിക്ക് ലഹരി കച്ചവടത്തിന് കേസുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആദ്യമായിരിക്കും ഇത്തരത്തിൽ കഞ്ചാവിന്റെ മണം അത് ലഭിച്ചതിനോട് കൂടി ഒരു പ്രതിയെ പിടികൂടാനായി പോലീസിന് കഴിയുന്നത്. എന്തായാലും അത് തൃശൂർ കൊടുങ്ങല്ലൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്. എം എസ് ലിഷോയ്, മാതൃഭൂമി.